ഇന്ന് എനിക്ക് നല്ലൊരു ദിവസമായിരുന്നു. ഫിസിക്കലി കുറച്ച് ഞാൻ ടയേർഡായിരുന്നു. എന്നാലും എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ദിവസമായിരുന്നു ഇന്ന്. ഞാൻ കുറേ നേരം ഇന്ന് എൻ്റെ കൂടെ തന്നെ ടൈം സ്പെൻഡ് ചെയ്തു. ഞാൻ കണ്ണാടിയിൽ നോക്കി, എൻ്റെ കണ്ണിൽ നോക്കി എന്നോട് തന്നെ ഞാൻ സംസാരിച്ചു. ഞാൻ എന്നെ ക്രിട്ടിസൈസ് ചെയ്യാതെ ഞാൻ എൻ്റെ അടുത്ത് തന്നെ പറഞ്ഞു, ഐ ലവ് യു അലീഷ, ഐ അക്സെപ്റ്റ് യു, ഐ എം ഹിയർ ഫോർ യു, ഐ വിൽ നെവർ അബാൻഡൻ യു, ഐ വിൽ ബി ദർ ഫോർ യു. ഞാൻ എൻ്റെ അടുത്ത് ഇതൊക്കെ പറഞ്ഞ സമയത്ത് എൻ്റെ കണ്ണിങ്ങനെ നിറയുന്നുണ്ടായിരുന്നു. ഞാൻ അപ്പം മനസ്സിലാക്കിയ ഒരു കാര്യം, ഞാൻ എനിക്ക് വേണ്ടിയായിരുന്നു വെയിറ്റ് ചെയ്തത്. എൻ്റെ ലൈഫിലൊരു മിസ്സിങ് ആയിട്ടൊരു സംഭവം ഉണ്ടായിരുന്നു എപ്പോഴും. പക്ഷെ ഇപ്പം എനിക്ക് ഫീൽ ചെയ്യുന്നത് ഞാൻ എന്നെ തന്നെയായിരുന്നു മിസ് ചെയ്തത്. എൻ്റെ തന്നെ ഒരു ലവ്, എൻകറേജ്മെൻ്റ് ഒക്കെ ആയിരുന്നു ഞാൻ മിസ് ചെയ്തത്. ഞാനുമായിട്ട് കൂടുതൽ കണക്റ്റായി വരികയാണ് ഓരോ ദിവസവും. ഐ ഫീൽ സോ ഹാപ്പി. പിന്നെ ഐ ഫീൽ സോ കോൺഫിഡൻറ്റ്. ഞാൻ എനിക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്, എനിക്ക് വേണ്ടി എന്തൊക്കെയോ ചെയ്യുന്നുണ്ടെന്നുള്ളൊരു തോന്നൽ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. ആദ്യമായിട്ടാണ് ഞാൻ എന്നോട് പറഞ്ഞ പ്രോമിസുകൾ കീപ്പ് ചെയ്യുന്നത്. ഐ ഫീൽ സോ കോൺഫിഡൻറ്റ്. എനിക്ക് എന്നോട് തന്നെ ഒരു ട്രസ്റ്റൊക്കെ ഫീൽ ചെയ്ത് തുടങ്ങി. പിന്നെ ഇന്ന് ഞാൻ കുറേ നേരം കണ്ണാടീൻ്റെ മുന്നിൽ പോയിരുന്ന് എൻ്റെ കണ്ണിൽ നോക്കി എന്നെ ക്രിട്ടിസൈസ് ചെയ്യാതെ എന്നോട് ഞാൻ കുറേ നേരം സംസാരിച്ചു. ഐ ലവ് യു അലീഷ, ഐ എം പ്രൗഡ് ഓഫ് യു, ഐ എം ഹിയർ ഫോർ യു, ഐ വിൽ നെവർ അബാൻഡൻ യു. അതുപോലെ ഞാൻ എന്നോട് ഫോർഗീവ്നെസ് ചോദിച്ചു. എനിക്ക് വേണ്ടി സംസാരിക്കാതിരുന്നതിനും എന്നെ നോക്കാതിരുന്നതിനൊക്കെ ഞാൻ ഫോർഗീവ്നെസ് ചോദിച്ചു. ഞാൻ എൻ്റെ അടുത്ത് കുറേ നേരം സംസാരിച്ചു. ഞാൻ എന്നോട് സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് എൻ്റെ കണ്ണുകളൊക്കെ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. അതൊരിക്കലും സങ്കടം കൊണ്ടല്ല, ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു എൻ്റെ തന്നെ ഒരു ലവിന് വേണ്ടിയിട്ട്. ഞാൻ എൻ്റെ ലൈഫിൽ കുറേ നാളായിട്ടൊരു മിസ്സിങ് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പം ഞാൻ റിയലൈസ് ചെയ്യുന്നത് ഞാൻ എന്നെ തന്നെയായിരുന്നു മിസ് ചെയ്തത്. എൻ്റെ തന്നെ ഒരു ലവ്, എൻകറേജ്മെൻ്റ് ഒക്കെ ആയിരുന്നു ഞാൻ മിസ് ചെയ്തതെന്ന്. എനിക്കെന്തോ ഞാൻ എൻ്റെ അടുത്ത് ഇങ്ങനെ നല്ല രീതിയിൽ സംസാരിക്കുമ്പോൾ, എന്നെ കെയർ ചെയ്യുമ്പോഴൊക്കെ എനിക്ക് തോന്നുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഒരു സ്ട്രെങ്ത്ത് വരുന്നുണ്ട്. എന്നെക്കൊണ്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, എന്നെക്കൊണ്ട് നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റും, എന്തൊക്കെ വന്നാലും അതൊക്കെ ഫേസ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ധൈര്യമൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇന്ന് ഞാനിങ്ങനെ ഇരുന്ന് ആലോചിച്ച സമയത്ത് എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം, നമ്മളെല്ലാ മനുഷ്യന്മാരും വളരെ അൺഗ്രേറ്റ്ഫുൾ ആണെന്ന് തോന്നിപ്പോയി എനിക്ക്, ഞാനടക്കം. കാരണം നമ്മുടെ ലൈഫിൽ ഉള്ള കാര്യങ്ങൾക്കൊന്നും നമ്മൾ താങ്ക് യു പറയാറില്ല. നമുക്കില്ലാത്ത കാര്യങ്ങൾ ഓർത്ത് എപ്പോഴും സങ്കടപ്പെട്ടുകൊണ്ടിരിക്കും, കംപ്ലൈൻറ്റ് പറഞ്ഞുകൊണ്ടിരിക്കും, നമ്മളെ മറ്റുള്ളവരെയും ബ്ലെയിം ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ നമ്മുടെ ലൈഫിലുള്ള ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട്. നമ്മുടെ ലൈഫ് മനോഹരമാക്കുന്ന നല്ല ആൾക്കാർ നമ്മുടെ ചുറ്റുമുണ്ട്. നമുക്ക് കഴിക്കാൻ ഭക്ഷണമുണ്ട്, നമുക്ക് കുടിക്കാൻ വെള്ളമുണ്ട്, നമുക്കിടാൻ ഡ്രസ്സുണ്ട്, നമുക്ക് നല്ല ഹെൽത്ത് ഉണ്ട്, നമുക്ക് രണ്ട് കാലിൽ എണീറ്റ് നടക്കാൻ പറ്റുന്നുണ്ട്, നമ്മുടെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതൊക്കെ ബ്ലെസ്സിങ്സ് ആണ്. പക്ഷേ വി ടേക്ക് ഓൾ ദീസ് തിങ്സ് ഫോർ ഗ്രാൻറ്റഡ്. നമ്മൾ ഇതൊന്നും വലിയ കാര്യമായിട്ട് കാണാറില്ല. ഒരു ദിവസം നമുക്ക് നടക്കാൻ പറ്റാതാകുമ്പോൾ അതിൻ്റെ വില നമ്മൾ അറിയും. ഒരു ദിവസം നമുക്ക് ഫുഡ് ഇല്ലാണ്ടായി നോക്കണം, വെള്ളം കിട്ടാതായി നോക്കണം, അപ്പോൾ മാത്രമേ നമ്മൾ അതിൻ്റെ വാല്യൂ മനസ്സിലാക്കാറുള്ളൂ. നമ്മൾ എപ്പോഴും പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു ശീലമാണ് താങ്ക് യു പറയാന്നുള്ളത്. നമ്മുടെ ലൈഫ് മനോഹരമാക്കുന്ന ആൾക്കാരോട് താങ്ക് യു പറയണം. നമ്മളുടെ ലൈഫിൽ നമുക്കുള്ള കാര്യങ്ങൾക്ക് നമ്മൾ താങ്ക് യു പറയണം. അപ്പോൾ ഒക്കെ നമ്മുടെ ബ്രെയിനിനെ നമ്മൾ നല്ല കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യാൻ ട്രെയിൻ ചെയ്യണം. നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൂടുതലും നമ്മുടെ ലൈഫിൽ ഉള്ള കാര്യങ്ങൾക്ക് നന്ദി പറയാൻ തുടങ്ങും. നമ്മുടെ ബ്രെയിൻ തന്നെ കാണിച്ചു തരും, ഓക്കെ നോക്ക് ഇവിടെ നിനക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. നമ്മുടെ ബ്രെയിനിനെ എപ്പോഴും നമ്മൾ അങ്ങനെ ട്രെയിൻ ചെയ്യണം. അല്ലാതെ നമ്മൾ എപ്പോഴും നമുക്കില്ലാത്ത കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്ത് നമ്മളെ കമ്പയർ ചെയ്ത് നമ്മൾ ഒരു സ്കേഴ്സിറ്റി മൈൻഡ് സെറ്റിലേക്ക് പോകരുത്. നമുക്കുള്ള കാര്യങ്ങൾ നമ്മൾ ഗ്രേറ്റ്ഫുൾ ആവാൻ പഠിക്കണം. അപ്പോഴാണ് നമുക്ക് ഇനിയും പുതിയ കാര്യങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് വരുള്ളൂ. അവിടെ ഒരു സ്പേസ് ഉണ്ടാവുള്ളൂ പുതിയ കാര്യങ്ങൾക്ക് വരാനും. അതുപോലെ നമുക്കുള്ള സാഹചര്യങ്ങൾക്ക് ഗ്രേറ്റ്ഫുൾ ആയിരിക്കണം. ഇത് നമ്മൾ എപ്പോഴും തന്നെ മറന്നു പോകാറുണ്ട്. ഞാനടക്കം എപ്പോഴും മറന്നു പോകാറുണ്ട്. ഞാനിപ്പോൾ കുറച്ചായിട്ടാണ് ഗ്രാറ്റിറ്റ്യൂഡൊക്കെ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയത്. ഞാൻ താങ്ക് യു പറയുന്ന സമയത്ത് എന്തോരം കാര്യങ്ങളാണ് എൻ്റെ ലൈഫിലുള്ളത്. എനിക്ക് ശ്വസിക്കാൻ പറ്റുന്നുണ്ട്, സംസാരിക്കാൻ പറ്റുന്നുണ്ട്, നടക്കാൻ പറ്റുന്നുണ്ട്, നല്ല ഡ്രസ്സുണ്ട്, ഭക്ഷണം കഴിക്കാൻ പറ്റുന്നുണ്ട്, എൻ്റെ ചുറ്റും മനുഷ്യരുണ്ട്, എനിക്ക് ഫോണുണ്ട്, എനിക്ക് ഇൻ്റർനെറ്റ് ഉണ്ട്, എനിക്ക് പുതിയ കാര്യങ്ങൾ പഠിക്കാൻ പറ്റുന്നുണ്ട്, ഹീൽ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നെ. ഇതൊക്കെ ഭയങ്കര ബ്ലെസ്സിങ്സ് ആണ് നമ്മുടെ ലൈഫിലല്ലേ. ഐ ഓൾസോ ടേക്ക് തിങ്സ് ഫോർ ഗ്രാൻറ്റഡ്. പക്ഷെ ഇപ്പം ഞാൻ റിയലൈസ് ചെയ്യുന്നു, താങ്ക് യു എന്ന് പറയുന്ന വാക്കിന് ഭയങ്കര പവറുണ്ട്. നമ്മൾ നമ്മുടെ ബ്രെയിനിനെ അങ്ങനെ ട്രെയിൻ ചെയ്യണം. നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ലൈഫ് കുറേം കൂടെ ബ്യൂട്ടിഫുൾ ആവുമെന്ന് എനിക്ക് ഫീൽ ചെയ്തു. ഈ ചലഞ്ച് തുടങ്ങി 12 ദിവസം ആവുന്നേ ഉള്ളൂ. എന്നാലും എൻ്റെ സെൽഫ് കോൺഫിഡൻസ് കൂടി, എനിക്ക് എൻ്റെ സെൽഫ് ട്രസ്റ്റ് കൂടി, എൻ്റെ ഫിയേഴ്സിനെയാണ് ഓരോ ദിവസം ഞാൻ ബ്രേക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ റിയലൈസ് ചെയ്യുന്നത്
ഈ ഫിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിഴല് പോലെയാണ്. നമ്മൾ എത്രത്തോളം അതിൻ്റെ അടുത്തുനിന്ന് അകലുന്നു അത്രത്തോളം അത് വലുതായി തോന്നും. എത്രത്തോളം നമ്മൾ അതിൻ്റെ അടുത്ത് പോകുന്നു അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുക അത് വളരെ ചെറുതാണ്. നമ്മൾ ജസ്റ്റ് ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അപ്പോൾ അത് തീരാവുന്നതേ ഉള്ളൂ. നമ്മൾ പല കാര്യവും പേടിക്കുന്നത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പലപ്പോഴും സെൽഫ് ഡൗട്ട് ഇതൊക്കെ വരുന്നത് നമുക്ക് ഫെമിലിയർ അല്ലാത്തതുകൊണ്ടാണ്. നമ്മളൊരു കാര്യം ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മളത് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് കുറേ സെൽഫ് ഡൗട്ടും കാര്യങ്ങളും വരും, ഇത് എന്നെ കൊണ്ട് പറ്റുമെന്ന്. അത് നോർമലാണ്. കാരണം നമ്മൾ ഇതുവരെ ഒരു കാര്യം പുതിയൊരു കാര്യം ട്രൈ ചെയ്തിട്ടില്ല. അത് നമുക്ക് ഫെമിലിയർ അല്ലാത്തതുകൊണ്ട് വരുന്ന ഒരു പേടി മാത്രമാണ്. പിന്നെ ഒരുപാട് ലിമിറ്റിംഗ് ബിലീഫ് ഉണ്ട്. നമ്മൾ നമ്മുടെ കറേജ് എടുത്ത് അതൊന്ന് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇതിനായിരുന്നു ഞാൻ ഇത്ര കാലം പേടിച്ചിരുന്നത് എന്ന്. സോ നിങ്ങളുടെ ഫിയേഴ്സൊക്കെ ബ്രേക്ക് ചെയ്യുക, ഇഷ്ടമുള്ള ജീവിതം ജീവിക്കാനുള്ളൊരു ധൈര്യം കാണിക്കുക. എനിക്ക് കുറേ നല്ല മാറ്റങ്ങൾ ഇപ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എൻ്റെ എനർജി ലെവലൊക്കെ കുറച്ച് നന്നാവുന്നുണ്ട്. എനിക്ക് ഹാപ്പിനെസ് വരുന്നുണ്ട്. ഞാൻ കരയുന്നുണ്ട്. ഒരുപാട് എനർജി റിലീസ് ആവുന്നുണ്ട്. പഴയ കുറേ കാര്യങ്ങൾ ട്രിഗർ ആവാറുണ്ട്. പക്ഷെ അതൊക്കെ എന്നെ പുതിയ കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നത്. ഞാൻ ലെറ്റ് ഗോ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഒരു നല്ല മനുഷ്യനാവുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഞാൻ എന്നെ തന്നെ കൂടുതൽ ഒബ്സർവ് ചെയ്യാനും എന്നിൽ മാറ്റേണ്ട ശീലങ്ങൾ എന്താണെന്നൊക്കെ ഒന്ന് എന്നെ തന്നെ ഒബ്സർവ് ചെയ്ത് കുറച്ചും കൂടി ഒരു നല്ല മനുഷ്യനാവാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഞാനുമായിട്ട് നല്ലൊരു കണക്ഷൻ വരുന്നുണ്ട്. എന്തുകൊണ്ടും ഞാൻ ഈ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്തത് നല്ലതാണെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സോ ഇന്നത്തെ ഡേ ഞാൻ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യുവാണ്. ഇനി നാളെ ഇതിനെക്കാട്ടി ഉഷാറായിട്ട് എനിക്ക് കാര്യങ്ങൾ ചെയ്യണം. കുറച്ചും കൂടി ഒരു നല്ല മനുഷ്യനായിട്ട് ജീവിക്കണം. ഞാൻ ഇഷ്ടപ്പെടുന്ന വർക്ക് എനിക്ക് ചെയ്യണം. എന്നെ അബാൻഡൻ ചെയ്ത് എന്നെ സ്നേഹിച്ച് എൻ്റെ ചുറ്റുമുള്ളവരെ സ്നേഹിച്ച് നല്ല പോലെ ജീവിക്കണം. എനിക്കറിയാം ഞാൻ എന്താണെങ്കിലും മരിച്ചു പോകും. എന്ന് മരിക്കുന്ന എനിക്കറിയില്ല. പക്ഷെ ഐ വോണ്ട് ടു ഗീവ് മൈ ബെസ്റ്റ് ഹിയർ. എനിക്ക് എൻ്റെ ഏറ്റവും ബെസ്റ്റ് ഇവിടെ കൊടുത്തിട്ട് പോകണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്നെക്കുറിച്ച് ആൾക്കാർ ഓർക്കുന്ന സമയത്ത് അവർക്കൊരു ചിരി വരണം, അവർക്കൊരു സന്തോഷം സമാധാനം ഒക്കെ ഫീൽ ചെയ്യണം. അല്ലാതെ ഒരിക്കലും എന്നെക്കുറിച്ച് ഓർക്കുന്ന സമയത്ത് ആൾക്കാർ ഒരിക്കലും സങ്കടപ്പെടരുത്. തന്നെ എൻ്റെ ചുറ്റുമുള്ള ആൾക്കാരുടെ അടുത്ത് സ്നേഹത്തോടെ പെരുമാറണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഫേം ആയിട്ടുള്ള ബൗണ്ടറീസ് സെറ്റ് ചെയ്യണം. പക്ഷെ നമ്മൾ എവിടെ പോയി കഴിഞ്ഞാലും ആൾക്കാർക്ക് നല്ലൊരു വൈബ് കൊടുക്കുക. നമ്മൾ ഒരിക്കലും അവരെ ഇൻസെക്യൂർ ആക്കാനോ അവരെ ബുള്ളി ചെയ്യാനൊന്നും പോവാതെ വളരെ സ്നേഹത്തോടെ എല്ലാവരോടും ഇടപെടണമെന്നും ഏറ്റവും നല്ല രീതിയിൽ ഞാൻ ആഗ്രഹിക്കുന്ന വർക്ക് ചെയ്യണമെന്നും ഒക്കെ ഞാൻ ആഗ്രഹിക്കുന്നത്. അതെനിക്ക് പറ്റട്ടെ. എന്താണെങ്കിലും ഞാൻ സക്സസ്ഫുള്ളി ഈ ഡേ കംപ്ലീറ്റ് ചെയ്യുവാണ്. ഐ ഫീൽ സോ പ്രൗഡ് ഓഫ് മൈ സെൽഫ്. ഐ ഫീൽ സോ ഹാപ്പി. സോ എനിക്ക് എല്ലാവരോടും ഒന്നേ പറയാനുള്ളൂ, ഇഷ്ടമുള്ള പോലെ നിങ്ങൾ നിങ്ങളുടെ ലൈഫ് ജീവിക്കുക, സന്തോഷമായിരിക്കാൻ ശ്രമിക്കുക, നിങ്ങളുടെ ആരോഗ്യം ശ്രദ്ധിക്കുക. നിങ്ങളിപ്പോൾ എന്തെങ്കിലുമൊക്കെ പെയിൻഫുൾ ആയിട്ടുള്ള കാര്യങ്ങളിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ I am sending you so much prayer and love. Everything will be fine. Don't give up on yourself. Don't give up on life. Everything will be fine. നിങ്ങൾ നിങ്ങളുടെ സെൽഫിൽ വർക്ക് ചെയ്യുക. നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ ഡിഫിക്കൽട്ടായിട്ടുള്ള മൂമെൻറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിലും അതൊക്കെ നിങ്ങളുടെ ഗ്രോത്തിന് വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ മെൻ്റൽ ഹെൽത്ത് ഒക്കെ വീക്കാണെങ്കിൽ നിങ്ങൾ ഹെൽപ്പ് സീക്ക് ചെയ്യണം. നിങ്ങളെ സ്വയം ഹെൽപ്പ് ചെയ്യാൻ തയ്യാറാവണം. നിങ്ങൾ നന്നായി ഇരിക്കുക. എല്ലാവരുടെ അടുത്തും എനിക്ക് ഒരുപാട് താങ്ക്സ് പറയാനുണ്ട്. എന്നെ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ 106 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. ഐ ആം സോ ഹാപ്പി ആൻഡ് താങ്ക് യു സോ മച്ച്. എൻ്റെ ഈ ഒരു ജേർണിയിൽ ജോയിൻ ചെയ്തതിന്, എന്നെ സപ്പോർട്ട് ചെയ്യുന്നത്, കമൻറ്റിലൂടെ എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിന് എല്ലാവരോടും താങ്ക് യു സോ മച്ച്. പിന്നെ എനിക്ക് നിഖില എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചേച്ചി എപ്പോഴും എന്നെ സപ്പോർട്ട് ചെയ്യാറുണ്ട്. ഐ എം സോ ഹാപ്പി ചേച്ചി. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ലവ് ആൻഡ് സപ്പോർട്ട്. ഞാൻ പലപ്പോഴും വീക്കായി പോകുന്ന സമയത്ത്, ഞാൻ പലപ്പോഴും ഗിവ് അപ്പ് ചെയ്യാൻ തോന്നുമ്പോഴൊക്കെ ചേച്ചിയുടെ കമൻസ് വരാറുണ്ട്. അതെന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഞാനിപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ച് ഇന്ന് പറഞ്ഞുകൊണ്ടാണ് ചേച്ചീനോട് എനിക്ക് താങ്ക് യു പറയണമെന്ന് തോന്നി. താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ് മീ ആൻഡ് ഹെൽപ്പിംഗ് മീ ആൻഡ് ഐ ലവ് യു. അതുപോലെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരുടെ അടുത്തും താങ്ക് യു സോ മച്ച് ആൻഡ് ഐ ലവ് യു ഓൾ. താങ്ക് യു സോ മച്ച് ഫോർ യുവർ വാല്യുബിൾ ടൈം. ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ.